പ്രിയപ്പെട്ട പ്രേക്ഷകർ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ ഒരു വലിയ അപകടം, രാജ്യത്തുണ്ടായ ഒരു വലിയ അപകടമായിരുന്നു സിക്കിമിൽ നിർമ്മാണത്തിലിരുന്ന തുരങ്കപാതയിലുണ്ടായ മണ്ണിടിച്ചിൽ. ഈ മണ്ണിടിച്ചിലിൽ കാണാതായ കോട്ടയം സ്വദേശിയുടെ ബന്ധുക്കൾ അപകട സ്ഥലത്തേക്ക് തിരിച്ചിട്ടുണ്ട്. കോട്ടയം പാമ്പാടി സ്വദേശിയായ അനീഷ് മോഹനാണ് അപകടത്തിൽപ്പെട്ടത്. നാഷണൽ ഹൈഡ്രോ പവർ കോർപ്പറേഷൻ സിക്കിം യൂണിറ്റ് മാനേജറാണ് അനീഷ്. ദുരന്തത്തിൽ മരണസംഖ്യ 20ആയി ഉയർന്നിട്ടുണ്ട്. അപകട സമയം തുരങ്കത്തിനുള്ളിലുണ്ടായിരുന്നത് 27 പേരാണ്. വിവരങ്ങളുമായി കോട്ടയത്ത് നിന്ന് അജിത് ബാബുവും അതേപോലെ തന്നെ അശ്വിൻ നാഥും നമുക്കൊപ്പം ചേർന്നു. ആദ്യം അജിത്തിലേക്ക് പോവുകയാണ്. അജിത്തെ, ഈ കോട്ടയം സ്വദേശിയെ കാണാനില്ല എന്നുള്ള വിവരമുണ്ട്. വീട്ടുകാർ ആശങ്കയിലാണ്. അപ്പോൾ ഇവരങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ടെന്ന് അറിയുന്നു. ആ വിവരങ്ങൾ എങ്ങനെയാണ്? ആ അപ്ഡേറ്റ് എന്താണ്? തീർച്ചയായും, അതായത് അങ്ങോട്ടേക്ക് തിരിച്ചിട്ടുണ്ട്. തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. 2010 മുതൽ നാഷണൽ ഹൈഡ്രോ ഇലക്ട്രിക് പവർ കോർപ്പറേഷനിൽ ജോലി ചെയ്തു വരികയായിരുന്നു അനീഷ്. മാത്രമല്ല, നിലവിൽ റിമോട്ട് സെൻസിംഗ് വിഭാഗത്തിലെ മാനേജറാണ്. അത്തരം കാര്യങ്ങളിൽ വലിയ പ്രാവീണ്യമുള്ള ആളാണെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് തെരച്ചിലുകൾ തുടരുന്നതിന്റെ ഇടയിലാണ് ഇപ്പോൾ കുടുംബം അങ്ങോട്ടേക്ക് പുറപ്പെടുന്ന സാഹചര്യമുള്ളത്. പാമ്പാടി ഇല്ലിവളവിലാണ് ഇവരുടെ വീടുള്ളത്. അനീഷിന്റെ മാതാപിതാക്കൾ മാത്രമാണ് വീട്ടിൽ ഉള്ളത്. ഈ വിവരം അറിഞ്ഞതിനെ തുടർന്ന് ദുബായിലുണ്ടായിരുന്ന സഹോദരനും അനീഷിന്റെ ഭാര്യ സംഗീതം ഇത്തരത്തിൽ ദില്ലിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയും അവിടെ നിന്ന് അധികൃതരുമായി കൂടിയാലോചിച്ച ശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഈ സയൻസ് മേഖലയിലൊക്കെ വളരെ കൃത്യമായ അറിവുകളുള്ള ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഈ വ്ളോഗിംഗ് ഒക്കെ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം ഇടപെടാറുണ്ട്. ഏതാണെങ്കിലും വലിയ നാടിനെ ആകെ വേദനിപ്പിച്ച സംഭവത്തിൽ, ഈ രാജ്യത്തെ ആകെ വേദനിപ്പിച്ച സംഭവത്തിൽ ഒരു മലയാളി കൂടി ഇത്തരത്തിൽ അകപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് വലിയ വിഷമം ഉണ്ടാക്കുന്നതാണ്. അദ്ദേഹത്തിനായിട്ടുള്ള തിരച്ചിൽ തുടരുകയാണ്. ശരി അജിത്തെ, ശരി. ഈ നിലവിലത്തെ ഒരു അപ്ഡേറ്റ്, ഈ സംഭവ സ്ഥലത്തു നിന്നുള്ളൊരു അപ്ഡേറ്റ് എന്താണെന്ന് അശ്വിൻ നാഥ് കൂടി നമുക്ക് പറഞ്ഞു തരും. അശ്വിൻ, ഈ പറയുന്ന പോലെ തന്നെ അപകട സമയത്ത് തുരങ്കത്തിനുള്ളിൽ 27 പേർ ഉണ്ടായിരുന്നു എന്നാണ് വിവരങ്ങളൊക്കെയും. ഇതിൽ 20ഓളം പേരുടെ മരണം ഉറപ്പാക്കിയിട്ടുണ്ട്. അതിൽ 19 പേരും നിർമ്മാണ തൊഴിലാളികളായിരുന്നു. നിലവിൽ അവിടുത്തെ തിരച്ചിൽ എങ്ങനെ പുരോഗമിക്കുന്നു? സാഹചര്യം എന്താണ്? നിലവിലും തിരച്ചിൽ പുരോഗമിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് സിക്കിമിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 20ഓളം ആളുകളുടെ മരണം ഇതിനോടകം തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അഞ്ച് പേർക്കായുള്ള തിരച്ചിൽ കൂടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ സിക്കിം മുഖ്യമന്ത്രിയുമായി ഫോണിൽ സംസാരിക്കുകയും വേണ്ട സുരക്ഷാ നടപടികളെല്ലാം തന്നെ എല്ലാ രീതിയിലുള്ള കേന്ദ്രത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ സഹായങ്ങളും പ്രധാനമന്ത്രി ഇതിനോടകം തന്നെ സംസ്ഥാനത്തിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സംസ്ഥാന ഭരണകൂടം മരിച്ച ആളുകളുടെ കുടുംബത്തിന് 4 ലക്ഷം രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ 50,000 രൂപ പരിക്കേറ്റവരുടെ കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപ മരിച്ചവർക്കും 50,000 രൂപ പരിക്കേറ്റവർക്കും പ്രഖ്യാപിച്ചിട്ടുണ്ട്. 20ഓളം ആളുകളെയാണ് നിലവിൽ കാണാതായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം, അതായത് 20-ാം തീയതി ഏകദേശം ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത്. രാജ്യത്ത് നടക്കുന്ന വലിയ രീതിയിലുള്ള ഒരു അപകടം തന്നെയാണ് ഇതിനെ ഇപ്പോഴും വിശേഷിപ്പിക്കുന്നത്. എന്നിരുന്നാലും 5 പേർക്കായുള്ള തിരച്ചിൽ നിലവിൽ പുരോഗമിക്കുകയാണെന്നുള്ള വിവരങ്ങളാണ് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അവിടെ നിന്ന് വരുന്നത്. ചെയ്തു അശ്വിൻ, ഇതിൽ ഈ മീഥൈൽ വാതകം ചോർന്നത് രക്ഷാപ്രവർത്തനത്തിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു, ദുഷ്കരമാക്കിയിരുന്നു. അപ്പോൾ നിലവിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റ് കൂടി വരുന്നുണ്ട്. ഈ വാതക ചോർച്ച വലിയ ആശങ്കയായിരുന്നല്ലോ. വാതക ചോർച്ച തന്നെയാണ് ഇത്ര വലിയൊരു ദുരന്തത്തിലേക്ക് പോയത് എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ എന്താണെന്നുള്ള പൂർണ്ണമായിട്ടുള്ള രൂപം അവിടുന്ന് ഇപ്പോഴും അധികൃതർ പറയുന്നില്ല. വാതക ചോർച്ച ഉണ്ടായതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുമ്പോൾ പോലും ആളുകൾക്ക് അതിൻ്റെ ഉള്ളിലേക്ക് കയറി, NDRF സംഘത്തിന് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അവിടെ നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ പോലും വാതക ചോർച്ചയുമായി ബന്ധപ്പെട്ട തടസ്സങ്ങൾ അവരുൾപ്പെടെയുള്ള ആളുകൾ നേരിട്ടിട്ടുണ്ട് എന്നുള്ള രീതിയിലുള്ള ന്യൂസുകളും വരുന്നുണ്ട്. പക്ഷേ മരണകാരണം കൃത്യമായി മണ്ണിടിച്ചിൽ തന്നെയാണോ അതോ വാതക ചോർച്ചയിൽ നിന്നുണ്ടായ ശ്വസിക്കാനുള്ള പ്രയാസം കൊണ്ടുണ്ടായ തകരാറ് മൂലമാണോ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളത് കൂടുതൽ വിശദ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ പറയാൻ സാധിക്കൂ. ഓക്കെ. ഇതിൽ കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ജില്ലാ കളക്ടർ പോലും പറയുന്നുണ്ടായിരുന്നു, അകത്ത് കയറി രക്ഷാപ്രവർത്തനം നടത്തുന്നത് കുറച്ച് ദുഷ്കരമാണ് ആ സാഹചര്യം. അവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട്. അവിടെ പോലീസും ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ ഉണ്ട്. അതിനൊപ്പം തന്നെ ഈ നിർമ്മാണ കമ്പനിയുടെ ഭാഗമായിട്ടുള്ള 3 പേർ, എനിക്ക് തോന്നുന്നു 3 പേരാന്ന് തോന്നുന്നു, തുരങ്കത്തിനുള്ളിൽ പ്രവേശിച്ചിട്ട് അവർക്കും തിരിച്ചറിയാൻ പറ്റാത്തൊരവസ്ഥ. അവർക്കും എന്ത് സംഭവിച്ചെന്നുള്ള കാര്യം അറിയില്ല. ബാക്കി 19 പേരും, ഈ 27-ൽ 19 പേരും തൊഴിലാളികളാണ്, അവിടുത്തെ നിർമ്മാണ തൊഴിലാളികളാണ്. അപ്പോൾ എന്താകും നിലവിലെ സാഹചര്യം എന്നുള്ളതാണ് ഇപ്പം അശ്വിൻ പറഞ്ഞത്. നമുക്കിതിൻ്റെ പുതിയ അപ്ഡേറ്റുകൾ വരുന്ന മുറയ്ക്ക് വീണ്ടും ആ വാർത്തയിലേക്ക് പോകും.